ൊരുക്കിയ വീട്ടിൽ കണ്ണുനീരാകെയൊഴിഞ്ഞിടുമേ. 1000 ആണ്ടു വസിക്കും അവനുടെ എനിക്കായൊരുക്കിയ വീട്ടിൽ. മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ. മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, ദേവികൾ പാടുമവിടെ. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്, ദേവികൾ പാടുമവിടെ. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാൻ പ്രേമകാന്തനെ കാണാൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 112 സങ്കീർത്തനം വായിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. സങ്കീർത്തനം 112. യേശുവേ സ്തോത്രം. ഹോവയെ സ്തുതിപ്പീൻ, ഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരിലുള്ള ഒരു തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവരുടെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. നേരുള്ളവർ കൈരിട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. അവൻ കൃപയും കരുണയും നീതിയുമുള്ളവനാകുന്നു. കൃപ തോന്നി വായ്പ കൊടുക്കുന്നവന് ശുഭമായിരിക്കും. വ്യവഹാരത്തിൽ അവൻ തന്റെ കാര്യം നേടും. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. അവന്റെ ഹൃദയം ഭയപ്പെടാതെ സ്ഥിരമായിരിക്കുന്നു. അവൻ ശത്രുക്കളിൽ തന്റെ ആഗ്രഹം നിവർത്തിച്ചു കാണും. അവൻ വാരി വിതറിയ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ, വലിയവനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവെ, ഞങ്ങൾ ഇന്ന് ഈ ആഴ്ചവട്ടത്തിന് 1-ാമത്തെ ദിവസം കടന്നു വന്നല്ലോ. ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് നൽകി തരണം. കർത്താവ് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർക്കട്ടെ കർത്താവെ. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവമേ, ഞങ്ങൾ നന്ദി നിറഞ്ഞ ദൈവത്തോടെ കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ട അവസ്ഥ നീ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. കർത്താവ് ഈ ആരാധനയ്ക്ക് ഞങ്ങൾക്ക് വേണ്ട വിടുതൽ സ്വർഗ്ഗത്തിൽ നിന്ന് കൽപ്പിച്ചു തരുമാറാകണം. പിന്നെ നാം മഹത്വം കൊടുക്കുമാറാകട്ടെ. യേശുവിൻ്റെ അരുമയായ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. പുല്ലിനോ തുല്യമീ ജീവിതം വയലിൽ, പുല്ലിനു തുല്യമീ ജീവിതം വയലിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, പൂവെന്ന പോലിതു പൂക്കുന്നതുലകിൽ, വാഴ്ത്തുക നീ
മനമേ എൻ പരനെ വാഴ്ത്തുക നീ. മനമേ വാഴ്ത്തുക നീ. മനമേ എൻ പരനെ വാഴ്ത്തുക നീ. മനമേ വാഴ്ത്തുക തൻ ശുദ്ധ വാഴ്ത്തുക തൻ പേർത്തും പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തും. പാർത്ഥിവൻ തന്നുപകാരത്തെ ഓർത്തും വാഴ്ത്തുക നീ. മനമേ എൻ പരനെ വാഴ്ത്തുക നീ. മനമേ വാഴ്ത്തുക നീ. മനമേ എൻ പരനെ വാഴ്ത്തുക നീ. മനമേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വരാൻ സാധിക്കാതിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇപ്പോഴും സംബന്ധിക്കാൻ സാധിക്കാതിരിക്കുന്ന സഹോദരങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പ്രയാസവും കൂടി ഉൾക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വേണം. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള കൽപ്പനയാണ് കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത്. കാരണം ആരാധന എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, അത് ആരാധനയുടെ ഒരു ഭാഗം മാത്രമാണ്. വിശ്വാസത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ ആരാധനയാണ്. അങ്ങനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അനുസരണക്കേടിൻ്റെ ആത്മാവിനെ മനുഷ്യനിൽ നിന്ന് നീക്കി അവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അനുസരിക്കുന്നവൻ ആരാധിക്കുന്നവനാണ്. തനിക്കുള്ളതൊക്കെയും ദാനം ചെയ്യുന്നവൻ ആരാധിക്കുന്നവനാണ്. ദൈവത്തെ സ്തുതിക്കുന്നവൻ ആരാധിക്കുന്നവനാണ്. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആരാധനയുടെ ഭാഗമായിട്ട് നാം കരുതിക്കൊള്ളുവാനാണ്. അനുസരിക്കണം. സകലതും കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. മൂന്നാമത് കർത്താവിനെ സ്തുതിക്കണം. ഇത് മൂന്നിനുമുള്ള സമയമേ ഒരു ജീവിതത്തിലുള്ളൂ. അത് ആലയത്തിൽ വന്നിരിക്കുമ്പോൾ മാത്രമല്ല. ആലയത്തിൽ വന്നിരിക്കുമ്പോൾ കർത്താവ് ചെയ്ത ഉപകാരത്തെയും ദൈവം നടത്തിയ അവധികളെയോ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക, ഹൃദയപൂർവ്വം ക്രമീകരണം പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കി ആരാധനയുടെ സിംഹഭാഗവും അധിക ഭാഗവും പുറത്തുള്ള ജീവിതത്തിലാണ്. നമ്മളിവിടെ നിന്ന് വിട്ടുപോകുമ്പോഴാണ്. അവിടെ ക്രമീകരണമില്ലാതെ ആരാധനയ്ക്ക് ദിവസം സമയം മാത്രം ക്രമീകരണം വന്നാൽ അത് ആരാധനയാവുകയില്ല. അങ്ങനെ നമ്മൾ ഇന്ന് ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നിരിക്കുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? ഒരു ആരാധനയിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ഒരു ആരാധനയിൽ കൂടി, ഏതെങ്കിലും ഒരു ആരാധനയിൽ നമുക്ക് ആത്മീയ മണ്ഡലങ്ങളിൽ എതിരില്ലാത്ത ശബ്ദം നമ്മുടെ ഉണ്ടാകും. എതിരില്ലാത്ത ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ശത്രുവിന് കീഴ്പ്പെട്ട് അനുസരിച്ചിരുന്നവരാണ്. അന്ന് എതിര് ശബ്ദമില്ല. എന്നാൽ വിശ്വാസത്തിലേക്ക് വന്ന സമയം മുതൽ എതിര് ശബ്ദം തുടങ്ങും. രാപ്പകൽ നമ്മുടെ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദിയുടെ ശബ്ദമാണ്. വിശ്വാസത്തിലേക്ക് വരുന്ന സമയം മുതൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എടുത്തു പറഞ്ഞ് അതിനെ ആക്ഷേപിച്ചും അതിനെ കുറ്റം ചുമത്തുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ
പറയുന്ന ഒരു വ്യക്തിയാണ് ശത്രുവായ എതിരാളിയായ സാത്താൻ. അപ്പോൾ എത്ര നല്ല കാര്യം ചെയ്താലും അതിനെതിരെ ശബ്ദം ഉണ്ടാക്കും. എനിക്കുള്ളത് വിറ്റ് മുഴുവൻ ദാനം ചെയ്താലും അപ്പോൾ ആ എതിർ ശബ്ദം അവിടെ ഉണ്ടാകും. അങ്ങനെ ആരാധിച്ച് ഒരു സമയം വന്നപ്പോഴേക്കും നമ്മുടെ ഹൃദയപരമാർത്ഥത ഒരാരാധനയിൽ വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തിയതോടുകൂടി ആത്മീയ മണ്ഡലങ്ങളിൽ ആ ശബ്ദം തീർന്നു. ഏത് ശബ്ദം? എതിരാളിയുടെ ശബ്ദം. പതിനേത ആണ് അവിടെ സകല വാദത്തിൻ്റെയും തീർപ്പാവുന്നു, ഉറപ്പാവും. പിന്നെ അപവാദിയുടെ ശബ്ദമില്ല. അപവാദിയുടെ ശബ്ദം നിന്നു കഴിഞ്ഞാൽ പിന്നെ ആത്മീയ മണ്ഡലങ്ങളിൽ പതുക്കെ ഒരു ശബ്ദമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ നിലവിളി ആദ്യം കേൾക്കുന്ന ആ സമയം ആ ഭവനത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ്. മനുഷ്യ സമൂഹത്തിന് ഏറ്റവും വിലപ്പെട്ടതാണ് ഒരു കുഞ്ഞിൻ്റെ നിലവിളി. ഇതുപോലെയാണ് ആത്മീയ മണ്ഡലങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ശബ്ദം ഉയരാൻ തുടങ്ങുന്ന സമയം. അയ്യോ, അതിൻ്റെ വില എത്രയാണെന്നറിയോ? അത് ഭയങ്കരമാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗീയമായിട്ടുള്ള അവകാശം. പലരും വിശ്വാസത്തിലേക്ക് വന്ന് ആത്മാവിൽ നിറഞ്ഞു, സ്നാനപ്പെട്ടു, സഭയിൽ ചേർന്ന് വന്നു. ഒരാൾ പറഞ്ഞു, എന്നെ കർത്താവ് എടുക്കുന്നത് കണ്ടു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ എടുക്കുന്നത് കണ്ട് സ്വർഗത്തിലേക്ക് എടുക്കാൻ കർത്താവിൻ്റെ വരവായി. നല്ല കാര്യം, എടുക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ആഗ്രഹം. പക്ഷേ ദൈവത്തിൻ്റെ വചനപ്രകാരം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ, അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യന് ആത്മാവിൽ ഉച്ചരിക്കുന്ന ശബ്ദമല്ല, പിന്നെ ഏത് ശബ്ദമാണ് വേണ്ടേ? ദൈവപുത്രൻ്റെ, അതായത് സാക്ഷ്യം പ്രാപിച്ചവൻ, അവൻ്റെ ആത്മാവ് ആത്മീയ മണ്ഡലങ്ങളിൽ ശബ്ദിക്കുന്ന ശബ്ദമില്ലാതെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ദർശനം നല്ലതാ, സ്വപ്നമൊക്കെ നല്ലതാ, അത് നല്ലതാ, പോകണം, സ്വർഗത്തിൽ പോകണം, ഇവിടുന്ന് എടുക്കപ്പെടണമൊക്കെ ശരിയാ. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്കൊക്കെ ദൈവത്തോടു കൂടെ നടന്നു. ഒരു ദിവസം ദൈവം അവനെ എടുത്തു. അതുകൊണ്ട് ഹാനോക്കിനെ പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ അതിന് താഴ്ത്തി എഴുതിയിട്ടുണ്ട്. എന്ത് എഴുതിയിട്ടുണ്ട്? അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു. അതും കൂടെ വേണം, സാക്ഷ്യം. ആ സാക്ഷ്യം അതേതോ സമയത്ത് വെച്ചാ, ഏത് സമയത്ത് വെച്ചാ? ഒരാരാധനയിലാണ്, ഏതൊരു ആരാധനയിലാണ്. ആ സമയം മുതലാണ്, ആ സാക്ഷ്യത്തിൻ്റെ സമയം മുതലാണ് മറ്റേ ശബ്ദം തീർന്നത്. ഏത്? എതിരാളിയുടെ ശബ്ദം തീർന്നത്. ആത്മീയമണ്ഡലങ്ങളിൽ ഒരു ശബ്ദം. എൻ്റെ ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ ഈ ഓട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു അതല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആരാധനയുടെ ആഴം അറിഞ്ഞ്, എന്തിനാണ് ആരാധന, എന്തുകൊണ്ടാണ് ആരാധന, ഇതൊക്കെയും അറിഞ്ഞ് ഭയത്തോടെയാണ് നമ്മൾ ഓരോ ആരാധനയെ അഭിമുഖീകരിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ദൈവമേ, ഇന്ന് നീ ഈ ലോകത്തെ ക്രമീകരിച്ച് സഭയെ എടുക്കുന്നുവെങ്കിൽ എൻ്റെ സ്ഥിതി എന്തായിത്തീരും? എൻ്റെ ശബ്ദം ആത്മീയമണ്ഡലങ്ങളിലുണ്ടോ? എൻ്റെ ശബ്ദം ആത്മീയമണ്ഡലങ്ങൾ, എൻ്റെ എതിരാളിയുടെ ശബ്ദം ആത്മീയമണ്ഡലങ്ങളിൽ മുഴങ്ങുന്നുണ്ടോ? അതിന് തീർപ്പായിട്ട് എൻ്റെ ശബ്ദമൊന്നും മുഴങ്ങുന്നു വരെ. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നില്ല. പിന്നെയോ നാം എല്ലാവരും മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിക്കാൻ എല്ലാവർക്കും ഈ ഇരിക്കുന്ന നമുക്ക് എല്ലാവരുടെയും ശബ്ദം എവിടെ വേണം? ആത്മീയമണ്ഡലങ്ങളിൽ വേണം. ആ ഒരു ആഗ്രഹത്തിലാണ് കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നത്. അതിന് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. പ്രാണൻ പൂർണ്ണ സമാധാനത്തിലായിരിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് അറിയാം, ആ സമയം വന്നു കഴിഞ്ഞാൽ, ആത്മീയമണ്ഡലങ്ങളിൽ അങ്ങനെ ശബ്ദം വന്നു കഴിഞ്ഞാൽ, പിന്നെ ആ മനുഷ്യൻ വാ തുറന്നാൽ, ആ മനുഷ്യൻ തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കേൾക്കാൻ ആളുണ്ട്. ആരും ഉണ്ട്. ഇവിടെ കിടന്ന് നമ്മൾ തല്ലിയാലിച്ച് എന്തെല്ലാം പറഞ്ഞാലും അത് കേൾക്കാൻ ആളില്ല. പക്ഷേ
ആത്മീയമണ്ഡലങ്ങളിൽ ശബ്ദം തുടങ്ങിക്കഴിഞ്ഞാൽ, ആത്മീയമണ്ഡലങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള അവാദ്യ ശബ്ദം തീർന്നാൽ, നമ്മുടെ ശബ്ദം അവിടെ പൊങ്ങിക്കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളുണ്ട്. മോശം അബ്രഹാം പറഞ്ഞു, മകന് ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടി എടുക്കാനായിട്ട് എലിയാസാറിനെ പറഞ്ഞു വിടുമ്പോൾ അബ്രഹാം പറഞ്ഞു, നീ എന്നോട് സത്യം ചെയ്യണം. എലിയാസാർ പറഞ്ഞു, ഞാൻ സത്യം ചെയ്യാം, പക്ഷെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെ പറഞ്ഞു വിടുമോ? അവർ നിൻ്റെ നാട്ടിൽ ചിന്തിച്ച് പിന്നെ ഞാനിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം, അത് ആ പെൺകുട്ടിയെ കൊണ്ടുവരണം, മകനെ കൊണ്ടുവന്ന് കൊടുക്കണം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ചെയ്താൽ ഞാൻ ചെന്നാൽ തരുമോ? ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ട് എന്ത് കാര്യം? അബ്രഹാം പറഞ്ഞു, എന്തു പറഞ്ഞു? നീ വിഷമിക്കണ്ട, നിൻ്റെ കൂടെ ആര് വരും? നിനക്ക് മുൻപായിട്ട് ഒരാളെ പോകും. ആര് പോകും? ദൂതം പോകും. ദൂതം പോകും. അപ്പോൾ അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നൊരു കൽപ്പിച്ച് ഒരു ദൂതൻ ഇതാ എലിയാസാറിൻ്റെ മുൻപാകെ അങ്ങ് പോകട്ടെ എന്ന് കൽപ്പിച്ചോ? നമ്മൾ കേൾക്കണ്ടോ? എന്ന് കൽപ്പിച്ചായിട്ട് നമ്മൾ കേൾക്കുന്നില്ല, എന്ന് കൽപ്പിച്ചതായിട്ട് കേൾക്കുന്നില്ല. പക്ഷെ ദൂതം പോയി. ഏത് ശബ്ദത്തിൽ പോയി? കർത്താൻ സ്വതന്ത്രം. അതിനു മുമ്പേ മോറിയ മലയിൽ വെച്ച് ഒരു ശബ്ദം അടങ്ങി. ഏത് ശബ്ദം? അപവാദിയുടെ ശബ്ദം തീർന്നു. അന്ന് മുതൽ ആരുടെ ശബ്ദം തുടങ്ങിയതാ? അബ്രഹാമിൻ്റെ ശബ്ദം തുടങ്ങിയതാ. അന്ന് മുതൽ അബ്രഹാം വാ തുറന്നാൽ അപ്പോൾ ശ്രദ്ധിക്കും. ആര് ശ്രദ്ധിക്കും? ദൂതൻ ആത്മീയമണ്ഡലം മുഴുവൻ ശ്രദ്ധിക്കും. എന്തായി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അത് അനുസരിക്കാൻ ഒരാളുണ്ട്. അവിടെ അത് കേട്ട് അങ്ങനെ തന്നെ നിവർത്തിക്കാൻ ആളുണ്ട്. അത് കേട്ട് അവിടെ പോയി കാര്യങ്ങളെല്ലാം നിവർത്തിച്ച് പോയ എലിയാസാർ മനസ്സിൽ ഹൃദയത്തിൽ എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ സംഭവിച്ചു. കാര്യങ്ങളെല്ലാം സാധിച്ച് മടങ്ങി വന്നു. കൃതാനുസത്താണ് വചനം പറയുന്നത്. ആത്മീയമണ്ഡലങ്ങൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. യോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, ആയുഷ്കാലം ശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം കർത്താവ് യോബിൻ്റെ 3 സ്നേഹിതരോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതുണ്ടല്ലോ, എന്നെക്കുറിച്ച് വിഹിതമായിട്ടല്ല സംസാരിച്ചത്. വിഹിതമായത് ദൈവത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? അവർ ഇല്ല, ഒരു കാര്യം പറഞ്ഞില്ല 3 പേര്. പക്ഷെ പറഞ്ഞത് എന്തല്ല? വിഹിതമല്ല. ഏത് പറയുമ്പോഴും കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്തായിരിക്കണം? വിഹിതമായിരിക്കണം. ഇല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല. കേട്ടാ, ഒരാൾ സാക്ഷ്യം പറഞ്ഞ് പറയുമ്പോഴത്തേക്കും കർത്താവ് നല്ലവനാണെന്ന് ഒരു ഭയങ്കര, ഞാൻ എന്ന് വരെയും എന്നും പറയും കർത്താവ് നല്ലവനാണ്. എന്താണെന്നറിയാം? ആ പറഞ്ഞതിൻ്റെ സാരം ഒരു സുവിശേഷകനാണ്. അതിൻ്റെ പേരിൽ ഞാൻ നൃത്തം ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ടെലിഫോൺ കണക്ഷൻ കിട്ടാൻ സമയത്ത് 60,000 ക്യൂവാ, 60,000 പേരുടെ പുറകിലാണ്. അങ്ങനെയൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഫോൺ കിട്ടി. അന്ന് അങ്ങനെയല്ല. ഒരു കണക്ഷൻ വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞാൽ 60,000 പേർക്ക് ഇന്ത്യയിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ചാൻസേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു കാലത്തൊരു അപേക്ഷ കൊടുത്തിട്ടിരുന്നത് അനേകർക്ക് കിട്ടുന്നതിന് മുമ്പ് ഈ അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. സുവിശേഷകന് കിട്ടി. ഇദ്ദേഹം അന്തിച്ചു പോയി. എനിക്ക് അതിനേക്കാൾ എത്രയോ പേർക്ക് ഇതിന് മുമ്പ് കിട്ടുന്നത് അവർക്കാർക്കും കിട്ടാതെ എനിക്ക് കണക്ഷൻ കിട്ടി. അദ്ദേഹം ആ സാക്ഷ്യം എല്ലാവരോടും പറയും. എറണാകുളത്തും വന്ന് സാക്ഷ്യം പറഞ്ഞ് ഡാൻസ് ചെയ്ത് സ്റ്റേജിൽ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നമ്പർ തെറ്റിപ്പോയതാണ്, പേര് തെറ്റിപ്പോയതാണ്. ഇദ്ദേഹം ടെലിഫോണൊക്കെ എടുത്തുകൊണ്ട് ആ അധികാരികൾ വന്ന് ടെലിഫോണൊക്കെ എടുത്തുകൊണ്ട് തിരിച്ചു പോയി. ഇനി ആര് ഡാൻസ് ചെയ്യും? അപ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്നതിന് എന്തായിരിക്കണം? വിഹിതമായിരിക്കണം. അവൻ നീതിമാനാണെന്ന് എന്ത് നീ ഇപ്പം പറഞ്ഞല്ലോ, നീതിമാനാണെന്ന് പറഞ്ഞല്ലോ. എന്ത് കണ്ടിട്ടാണ് നീതിമാൻ എന്ന് പറഞ്ഞേ? ഒന്നും പഠിക്കില്ലാത്ത എൻ്റെ കൊച്ചിന് 90% മാർക്ക് കിട്ടി. അവനാരാ? നീതിമാൻ. ഏത് എഴുതി ആൻസർ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ സാറിനെ കണ്ട് തെറ്റിയതായിരിക്കും.
അവൻ നീതിമാനാണ്. അതൊക്കെ അതായത് ദൈവത്തെക്കുറിച്ച് എന്ത് സംസാരിക്കാവുള്ളൂ? വിഹിതം. എനിക്ക് അർഹതയില്ലാത്തത് കിട്ടിയെങ്കിൽ എനിക്ക് അർഹതയില്ലാതെ സൂക്ഷിച്ച് നോക്കണം അത് എവിടെയാണ് അത് പ്രശ്നം പറ്റിയത്. അനേക കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു സുവിശേഷകൻ്റെ കാര്യം. ഒരു പേര് കേട്ടത് സുവിശേഷകനാണ്. അദ്ദേഹത്തെ അറിയാത്ത ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മുടെ ഈ ഉപദേശത്തിലല്ല ഉള്ളവർ വളരെ ചുരുക്കം. അദ്ദേഹം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, വേറെ ആരാണെങ്കിലും കണ്ടില്ല, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, കാര്യമൊക്കെ ശരി, ഇന്ന് അദ്ദേഹം ഇവിടെയാണെങ്കിൽ നാളെ ബാംഗ്ലൂർ, പിന്നെ ചെന്നൈയിൽ, പിന്നെ ഡൽഹിയിൽ, ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ദിവസം എത്രയായിരം രൂപ വേണം, എങ്ങനെ കാര്യങ്ങൾ നടന്നു പോകും? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കാണ്. ആലുവയിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറയാം, അവിടെ വലിയൊരു പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഗവൺമെൻറ്റിൻ്റെയാണ്, ഞാനിപ്പോൾ അതേതാണെന്ന് പറയുന്നില്ല, ഗവൺമെൻറ് പഠിപ്പിക്കുന്ന വലിയൊരു സ്ഥാപനമാണ്. ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൽ പാസ്സാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് പരീക്ഷയുടെ തലേ ദിവസം പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് വരും. വരുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ധനവാന്മാരാണ്. അവർ എന്നോട് പറയുമ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരും. പിറ്റേ ദിവസം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരും. ഞാനത് പറഞ്ഞു കൊടുക്കും. പിന്നെ വല്ലതും പഞ്ഞമുണ്ടോ ഈ വന്നിരിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ളവരാ ഈ കുട്ടികളെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ പറഞ്ഞു, അപ്പോൾ ഈ ദൈവം ഏത് ദൈവം? മറ്റുള്ള അപ്പുറത്തിരുന്ന കുട്ടികൾ രാവും പകലും പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ആ പാത്രത്തിൽ കാലൊക്കെ മുക്കി വെച്ച് ഇത് ചെയ്ത് പഠിക്കുക. അവർക്കത് സാധിക്കുന്നില്ല. ഇവിടെ ഇങ്ങനൊരു കാര്യം നടക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ഞാൻ അന്ന് മുതലുള്ള ചോദ്യങ്ങളാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എനിക്ക് മറുപടിയും തന്നു. അതെന്തുവാകട്ടെ. അപ്പോൾ നമ്മൾ പറയുന്നത് ആ കർത്താവിൻ്റെ ദാസനും സാക്ഷ്യം പറയുന്നത് എന്തൊരു സാക്ഷ്യമാണ്. അതിൻ്റെ മുമ്പിൽ നമ്മൾ എന്താ ഉള്ളത്? അതിലൊക്കെ നമ്മളൊന്നുമില്ല. അത്ര ഭയങ്കര സാക്ഷ്യമാണ്. പക്ഷേ അവൻ പറയുന്നത് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവാൻ. ഈ വിശ്വാസകോളത്തിലുള്ളതുപോലെ അധർമ്മികൾ ഉറലോകത്തില്ല. അത് നമ്മൾ വിശ്വാസം. അപ്പോൾ പറയുന്നത് മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് 10 വയസ്സില്ലാത്തവനായിരുന്നു. ഇന്ന് എനിക്ക് അവിടെ ഇങ്ങനെ കിടന്ന് പറയുമ്പോഴത്തേക്ക് നീർന്നങ്ങ് പോയി കേൾക്കണോ പൊങ്ങിപ്പോവുക. പിന്നെ വല്ലതും എങ്ങനെയെങ്കിലും അത് സമ്പാദിച്ചാൽ മതി എന്നാണ് വചനം പറയുന്നത്. എന്തേ കേൾക്കാവൂ? വിഹിതമായതേ കേൾക്കാവൂ. സംസാരിക്കുന്ന എന്തേ സംസാരിക്കാവൂ? വിഹിതമായത് സംസാരിക്കാവൂ. വായി തോന്നി സംസാരിക്കാനല്ല. വായി തോന്നിയത്. കാരണം ലോകത്തിൽ പലതും നടക്കും. ലോകത്തിൽ പലതും നടക്കും. ശൗലിന് ഉത്തരം മുട്ടിയപ്പോൾ വെളിച്ചപ്പാടത്തി എടുത്ത് പോയി. കാര്യം നടന്നില്ലേ? കാര്യം ശരിയാണോ? കാര്യം അറിഞ്ഞോ? കാര്യം അറിഞ്ഞോ? സംഭവം ശരിയായിരുന്നോ? ശരിയായിരുന്നു. കണ്ടത് ശമൂലനാണോ? അതെ. പിന്നെ പ്രശ്നം വിഹിതമല്ല. വിഹിതമുണ്ട്, അവിഹിതമുണ്ട്. അവിഹിതം ദൈവസഭയ്ക്ക് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിലധികവും ഇപ്രകാരമുള്ള കാര്യങ്ങളാണ്. അവിടെ ഞാൻ പറഞ്ഞതല്ല. സംസാരമെല്ലാം കഴിഞ്ഞ് അവിഹിതമെല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിന് വേണ്ടി നീതി ആരോപിച്ചു. ദൈവത്തിന് നീതി തന്നെയാണ് അവർ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. എന്നെ ഉയർത്തിയില്ലെന്നല്ല പറഞ്ഞു, വിഹിതമായത് സംസാരിക്കണം. അതുകൊണ്ട് എൻ്റെ കോപം നിങ്ങളുടെ മേലെ ജ്വലിച്ചിരിക്കുന്നു. എൻ്റെ കോപം നിങ്ങളുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോയി യാഗം കഴിക്ക്. ഇയ്യോബ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ഞാൻ അവൻ്റെ പ്രാർത്ഥനകൾ. അപ്പോൾ ഇയ്യോബിൻ്റെ നില ഏത് മാറി? ഇയ്യോബിൻ്റെ നില ഏത് നിലയിലേക്ക് മാറി? ഇയ്യോബ് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഒഴിവ് പറയാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം ഇന്ന് അവൻ്റെ ശബ്ദം ഏത് മണ്ഡലത്തിലേക്ക് മാറി? ആത്മമണ്ഡലങ്ങളിലേക്ക്. ഇന്ന് അവന് എതിര് ശബ്ദമില്ല. വെറുതെ ആണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്?
നീ അവനുള്ളതിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലയോ? അതുകൊണ്ടല്ലേ അവനൊക്കെ ഒന്ന് തൊട്ട്, അവനെ തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊട്, അവൻ്റെ ശരീരത്തിൽ ഒന്ന് തൊട്. അപ്പം അവൻ എന്ത് പറയുമെന്നുള്ളത് അറിയാം. മുഖത്ത് നോക്കി തേച്ച് പറയും, ഈ വക പറഞ്ഞ എവിടെ പോയി? ഇല്ല ഇല്ല. ഇനിയുള്ളത് ഇയ്യോബിൻ്റെ നാളുകളാണ്. ആത്മീയമണ്ഡലങ്ങളിൽ ഇയ്യോബിൻ്റെ കാര്യം പറയുമ്പോൾ നിശബ്ദതയാണ്. എന്താണ്? ഒരു സ്റ്റേജിൽ എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മതിയാ, ഒന്നും മിണ്ടാതെ ഇതൊന്ന് കേൾക്ക്. അപ്പോൾ എല്ലാവരും കൂടി ആര് കേൾക്കും? എല്ലാവരും കൂടെ കലപിലാണ്. അത് പിന്നെ അവർ ഞാൻ പറയാമെന്ന് കേൾക്ക്, ആര് കേൾക്കാൻ? അതിന് കുറേ കേട്ട് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരാൾ എഴുന്നേറ്റ്, ഈ മെട്രോയുടെ ഒരു ഇതിന് സംഭവിച്ച ഒരു കാര്യമാണ്. ഒരാൾ ആരാന്ന് പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തും സമൂഹം മാനിക്കുന്ന ഒരാളാണ്. പിൻഡ്രോപ്പ്, അതായത് സൂചി നിലത്തിട്ട് കഴിഞ്ഞാൽ ഒച്ച കേൾക്കാൻ തരത്തിൽ സഭ ശാന്തമായി. കാരണം അഴിക്കുന്ന എല്ലാവർക്കും അറിയാം ആളാരാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ആത്മീയ മണ്ഡലത്തിന് മുഴുവനും അറിയാം ഏത് സമയത്ത്. അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞത്, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെയും പരിചയമുണ്ട്. നല്ല പരിചയമുണ്ട്. നിങ്ങളാരാ? അവിടെയാണ്, അവിടെ പരിചയമുള്ളവരുണ്ട്, പരിചയപ്പെട്ടിട്ടുള്ളവർ. അങ്ങനെയുള്ളവർ ശബ്ദിക്കുമ്പോൾ ആത്മീയമണ്ഡലം എങ്ങനെയാണ്? നിശബ്ദമാണ്. അത് ദൂതന്മാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, അതൊന്ന് നിവർത്തിച്ചാൽ മതി. ഇയ്യോബ് ആ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ സ്ഥിതിക്കും ഭേദം വരുത്തി, ഇയ്യോബിൻ്റെ സ്ഥിതിക്കും ഭേദം വരുത്തി. അതിൻ്റെ അർത്ഥം ഇനി ഇയ്യോബിന് വേണ്ടി ഇനി ഇയ്യോബിന് വേണ്ടിയിട്ട് കരുതണ്ട. കാരണം അവനെ സൂക്ഷിക്കാൻ ആരുണ്ട്? അവനെ സൂക്ഷിക്കാൻ ആത്മീയ മണ്ഡലം മുഴുവനും സപ്പോർട്ടാണ്. ആ ശബ്ദമാണ് ഏതിൽ കൂടി കിട്ടുന്നത്. അതാണ് നമുക്ക് സംസാരിക്കാൻ കഴിയും. ആരാധനയുണ്ട്, നമ്മൾ സ്വർഗത്തിൽ പോകും, പോവാ എല്ലാം പറയും. പക്ഷേ ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ നില ആര് പ്രാപിച്ചെടുക്കുന്നു? അങ്ങനെ പ്രാപിക്കുന്നു. ദാവീദിൻ്റെ അന്ത്യകാലത്ത് മരിക്കാൻ സമയത്ത് അവൻ്റെ ശബ്ദം കേൾക്കാൻ നോക്കിയിരിക്കുക. ശമൂവേല് ഒടുവിൽ അവർ രാജാവിന് ചോദിച്ചപ്പോൾ ശമൂവേൽ പറഞ്ഞ്, നിങ്ങൾ ചെയ്ത ദ്രോഹം എത്ര വലുതാണെന്നറിയണമെങ്കിൽ ഇപ്പോൾ അറിയാൻ പോവാ. എന്താണെന്നറിയാമോ? ഇത് കൊയ്ത്തുകാലമാണ്. ഈ സമയത്ത് ഒരിക്കലും ഇസ്രായേലിൽ മഴ പെയ്യില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ചിലത് സംഭവിക്കാൻ പോവാ. ഇടി വെട്ടി മഴ പെയ്യാൻ പോവാ. പറഞ്ഞു തീർന്നു. എന്ത് ചെയ്തു? മഴയും ഇടിയും ആയിട്ടത് പെയ്തു. ആരുടെ വാക്കിൽ? ശമൂവേലിൻ്റെ വാക്കിൽ. പ്രധാന സ്തോത്രം. ഇങ്ങനൊരു സമൂഹം, ആത്മീയമണ്ഡലങ്ങളിൽ ശബ്ദമുള്ള ഒരു സമൂഹം ഇന്ന് ഈ ആരാധനയിൽ നോക്കിയിരിക്കുക. നമ്മളോ ആ ദർശനത്തിൽ 3 കാര്യം പറഞ്ഞു. അത് ഇവിടെ മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവനും ആരാധനയാണ്. ഏതൊക്കെയാണോ? 1 അനുസരണം, 2 സമർപ്പണം. വെച്ചാൽ ഏതും തനിക്കുള്ളതൊക്കെയും വിറ്റ് ദാനം ചെയ്യുന്നവൻ, തനിക്കുള്ളതൊക്കെയും. 2, 3 സ്തുതിക്കുന്നവൻ. ഇത് 3 ഇവിടെ മാത്രമല്ല, ഇതിന് പുറത്ത് നമ്മൾ കടപ്പെട്ടവരാണ്. അവനാണ് ആരാധന. അങ്ങനെ സൂക്ഷിക്കുന്നവൻ, ഓർക്കുക, അങ്ങനെ സൂക്ഷിക്കുന്നവൻ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ തൻ്റെ മരണത്തിന് മുമ്പ് എന്ത് പ്രാപിച്ചിരിക്കും? സാക്ഷ്യം പ്രാപിച്ചിരിക്കും. അവൻ്റെ ആത്മീയ മണ്ഡലങ്ങളിൽ എതിരാളിയുടെ ശബ്ദം അടങ്ങിയിരിക്കും, തൻ്റെ ശബ്ദം. ഇതല്ലേ നമ്മുടെ ആരാധന, ഇതല്ലേ നമ്മുടെ ലക്ഷ്യം. കർത്താവിന്റെ സ്തോത്രം. ദൈവം നമ്മെ ആ വഴിക്ക് നടത്തട്ടെ. അവരിൽ ഒരു ബലഹീനനും എന്ന് പറ ഉണ്ടായിരുന്നില്ല. ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിനാണെങ്കിൽ, സഭയോട് ചേർന്ന് നിൽക്കുന്നവനാണെങ്കിൽ, സഭയെ മാനിക്കുന്നവനാണെങ്കിൽ നിശ്ചയം ബലഹീനമില്ല. ഒരു മനുഷ്യൻ്റെ ശക്തി എവിടെയാണ് നിൽക്കുന്നത്? ഒരു മനുഷ്യ ശക്തം
നേരുള്ള വാക്കുകൾക്ക് എന്ത് ബലം. എൻ്റെ വായിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനെ ദൈവം ചെയ്യുന്നത് എന്താ? വചനം പറയുന്നത്, അവൻ എൻ്റെ വായെ വാൾ പോലെ മൂർച്ചയാക്കി. പിന്നെ അവൻ എൻ്റെ വായെ വാൾ പോലെ മൂർച്ചയാക്കി അവൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു വെച്ചു. അപ്പം നമുക്ക് വിശ്വാസത്തിലേക്ക് വന്ന മൂർച്ച എവിടെയാ? നാവിനാണ്. എത്ര പറഞ്ഞാലും മൂർച്ചയില്ലാത്ത നാവ്. വിശ്വാസത്തിൽ വന്നിട്ട് 25, 30, 40 വർഷങ്ങളായി. നാവിന് മൂർച്ചയില്ല. കാരണം പറയുമ്പോഴേക്കും ഞാൻ സംസാരിക്കുമ്പോഴോ അവർ കലശൽ തുടങ്ങുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ മതി, അപ്പോഴാണ് തന്നെ കലശൽ തുടങ്ങുന്നു. ശുശ്രൂഷയിൽ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒഴിച്ചു പോകും. ശുശ്രൂഷയിൽ പരിചയമുള്ളവർക്ക് അറിയാം, പ്രത്യേകിച്ച് കുട്ടികളെ പഠിക്കണം. ഏതെങ്കിലും ആ ശുശ്രൂഷയിൽ ആ വാക്ക് ഹൃദയങ്ങളിൽ വീഴാതെ വണ്ണം എന്തെങ്കിലും തടസ്സം കൊണ്ടുവരും. പ്രശ്നങ്ങൾ ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ആ കലശൽ എവിടെ നിന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്നതല്ല, പിന്നെയോ ആത്മീയ മണ്ഡലങ്ങൾ വരുന്നതാണ്, അപവാദിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ എത്ര ജ്ഞാനിയായാലും എത്ര വാഗ്മിയായാലും ഒരു കാര്യമില്ല. ഇനി ഒന്നും അറിയാൻ പാടില്ല, അത് വിക്കനാണ്, വിക്കനാണ്. നേരെ ഒരു വാക്ക് പറയാൻ പറ്റാത്ത മനുഷ്യനാണ്. അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇസ്രായേൽ മുഴുവൻ വിറച്ചോണ്ടാ നിൽക്കുന്നത്. എന്താണ് കാരണം അവൻ്റെ ശബ്ദം കേൾക്കാൻ ആത്മീയ മണ്ഡലമുണ്ട്. കർത്താവ് അതുകൊണ്ട് കർത്താവ് അതിനും പറയുന്നത്, ഈ കൂട്ടത്തിൽ ഒരു ബലഹീനനും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ബലവാന്മാരായി കർത്താവ് സ്വതം ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്ന കർത്താവിൻ്റെ വയനത്തുള്ളത് പോലെ നമ്മുടെ വായെ വാൾ പോലെ മൂർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിങ്കൽ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിച്ച് അധമമായി തൊഴിച്ച് ഉത്തമമായത് മാത്രം പ്രസ്താവിച്ച് നമ്മുടെ വായെ വാൾ പോലെയായി, ഉടയവൻ്റെ വാൾ പോലെയായി. അവൻ്റെ കരുത്തിന് കീഴെ താണിരിക്കാം. തക്ക സമയത്ത് അവൻ ഉയർത്തട്ടെ. ഒരു സമൂഹത്തെ ഒരു സമൂഹം മുഴുവൻ നശിക്കുമ്പോൾ മുഴുവനും നശിക്കുക. ആ രാജ്യം തന്നെ നശിക്കുമ്പോൾ ദൈവം ഉടനെ നോക്കുവാണ് അതിൽ നിന്ന് മൂർച്ചയുള്ള ഒരുത്തനുണ്ടോ, അതിൽ നിന്ന് ആത്മീയമണ്ഡലങ്ങളിൽ ആരാധനയിൽ കൂടി സാക്ഷ്യം പ്രാപിച്ച് ആത്മീയമണ്ഡലങ്ങളിൽ ശബ്ദമുള്ള ഒരാളുണ്ടോ എന്ന് നോക്കുക. നീ യെരൂശലേമിൻ്റെ തെരുവിൽ അന്വേഷിച്ച് നടന്നു നോക്കുവിൻ, നീതിയും ന്യായം പ്രവർത്തിക്കുന്ന ബാക്കി പറ ഒരുവനുണ്ടെങ്കിൽ ഞാൻ അതിനോട് ഒറ്റ ഒരുത്തൻ ഒരാളുണ്ടെങ്കിൽ, ഈ ശബ്ദമുള്ള ഒരുത്തനുണ്ടെങ്കിൽ. ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ലക്ഷ്യം അതാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളതെല്ലാം വിട്ട് പിൻപിലുള്ളതിനെ മറന്ന് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ സദസ്യനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. ഈ ആരാധനയിൽ കൂടി തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ സഹോദരങ്ങളൊക്കെയും ആത്മീയ മണ്ഡലങ്ങളിൽ സംസാരിക്കുന്ന, ആത്മീയ മണ്ഡലങ്ങളിൽ ശബ്ദമുള്ള സഹോദരങ്ങളായി ഇതാ സാക്ഷ്യം പ്രാപിച്ച് നിൽക്കണം. കർത്താവിൻ്റെ വരവിങ്കൽ ഒരു ലജ്ജിക്കാൻ ഇടയില്ലാത്തതായി, അവൻ്റെ മഹിമാസനത്തിങ്കൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ദൈവം. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പോക നിങ്ങൾ മാറുകരയിൽ എന്ന് മോദമോടെ അരുളിയവൻ, പോക നിങ്ങൾ മാറുകരയിൽ എന്ന് മോദമോടെ അരുളിയവൻ, മറന്നിടുമോതൻ ശിഷ്യഗണത്തെ സ്വന്ത ജനനിയും മറന്നിടുമോതൻ ശിഷ്യഗണത്തെ ആഹാ ഇമ്പം ഇനിയെന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ ആഹാ ഇമ്പം ഇനിയെന്നും
എന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ തിരുവാക്കുകൊണ്ടു സകലത്തെയും നാറും ശോഭയേകി മെനഞ്ഞവൻ താൻ തിരുവാക്കുകൊണ്ട് സകലത്തെയും നാറും ശോഭയേകി മെനഞ്ഞവൻ താൻ ചൂടു ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ചൂടു ചോര ചോരിഞ്ഞല്ലോ രക്ഷിച്ചു തിരുദേഹമായി നമ്മെ സൃഷ്ടിച്ചു ഇനിയെന്നും ഇമ്പമേ എൻ ജീവിതത്തിൻ നൗകയിൽ ഇനിയെന്നും ഇമ്പമേ എൻ ജീവിതത്തിൽ നൗകയിൽ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വം ഉണ്ടാകട്ടെ. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 112-ാമത്തെ സങ്കീർത്തനമാണ്. നമുക്കേവർക്കും പല വശങ്ങളിൽ അത് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ്. ആ വചനത്തിൽ ഒന്നാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പന കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കേണ്ടി വരുമ്പോൾ, അപ്പോൾ അതിനുണ്ടാകുന്ന തടസ്സങ്ങളുണ്ട്. ദൈവത്തിൻ്റെ അനുസരിക്കാനായിട്ട് അധികം പേരും സന്നദ്ധതയുള്ളവരാണ്. പക്ഷേ ഇവിടെ പ്രശ്നമെന്ന് പറയുന്നത് അവർ ഭയപ്പെടുന്നത് ആരെയെന്നുള്ളതാണ്. ഒരു കാര്യം നിശ്ചയമാണ്, അനുസരണം പോകുന്ന വഴിയെന്ന് പറയുന്നത് എന്തിൻ്റെ പിന്നാലെയാണെന്നറിയാം? എന്തിൻ്റെ പിന്നാലെ? ഭയത്തിൻ്റെ പിന്നാലെയാണ് അനുസരണം പോകുന്നത്. ആരെ കൂടുതൽ ഭയപ്പെടുന്നുവോ അതിൻ്റെ പിന്നാലെ അതിനനുസരിച്ച് പോകും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞത്, ഈ മനുഷ്യർ മുഴുവനും ആരാധിക്കുന്നുണ്ടെങ്കിലും അവരൊക്കെ എങ്ങനെ ആരാധിക്കുന്നത്? ഭയത്തോടെ ആരാധിക്കുന്നത്. എന്നാൽ വരാനിരിക്കുന്നൊരു തലമുറയുണ്ട് അന്ത്യകാലത്ത്, അവരെങ്ങനെ ആരാധിക്കും? ഭയം കൂടാതെ, ഭയമില്ലാത്ത ആരാധന, പേടിച്ചിട്ട് ആരാധിക്കുന്നത് ദൈവം എങ്ങനെ പ്രസാദിക്കും? പേടിച്ചിട്ട് ആരാധിക്കുന്നതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യനെ, നമ്മൾ ഏശാവിൻ്റെ കാര്യം പഠിച്ചിട്ടുണ്ട്. ഏശാവ് അനുസരിക്കുന്നത് ദൈവം ഒരുവനാണെന്ന്, യഹോവയാണ് ദൈവം എന്നൊക്കെ ഏശാവിനറിയാം. പക്ഷേ അനുസരിച്ച് വന്നപ്പോൾ ആരെ അനുസരിച്ചു? അനുസരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ജഡത്തെ അനുസരിച്ചു, സ്വന്തം ശരീരത്തെ അനുസരിച്ചു. അവൻ ആരെ ഭയപ്പെട്ടു? മരണത്തെ ഭയപ്പെട്ടു. മരണത്തെ ഭയപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ചെറിയവരായാലും വലിയവരായാലും കർത്താവിനെ അറിയാത്തവൻ, കർത്താവിനെ സ്വീകരിക്കാത്തവൻ കർത്താവിൻ്റെ വരവ് വരെയും അല്ലെങ്കിൽ ഈ പുതിയ നിയമം വരെയും ആരാധിച്ചിരുന്നത് ഭയത്തിലാണ്. ഇയ്യോബ് ആരാധിച്ചിരുന്നു. ഇയ്യോബിൻ്റെ ആരാധന മുടക്കം കൂടാതെ ആരാധിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇയ്യോബ് ആരാധിക്കുമ്പോഴൊക്കെയും ഒരു ഭയം ഇയ്യോബിനുണ്ടായിരുന്നു. എന്താ കാരണം? എന്താ ഭയം? ഇയ്യോബ് തൻ്റെ മക്കൾ തെറ്റിപ്പോയി പാപം ചെയ്തിരിക്കുമോ എന്ന് വെച്ചാണ്. പക്ഷേ ഭയപ്പെട്ടത് അതാണോ? പിന്നീട് ഇയ്യോബ് പറയുന്നുണ്ട്, എന്താ പറഞ്ഞേ? ഞാൻ ഭയപ്പെട്ടത് എനിക്ക് ഭവിച്ചത് എന്താ? മക്കൾ മരിച്ചുപോയി. അപ്പോൾ എന്തായാലും പ്രശ്നം എവിടെയാ? മക്കളുടെ ജീവിതമാണ് അവൻ്റെ. എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ?
ആ ഭയമാണ് ഇയ്യോബിൻ്റെ ആരാധനയിലേക്ക്, ഇയ്യോബിനെ ആരാധിക്കാനായിട്ട് അവിടെ പ്രേരിപ്പിച്ചിരുന്നതും അവസരം ഉണ്ടാക്കിയത്. എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ ആരാധിക്കുന്ന ഒരു കൂട്ടം, ആ കൂട്ടത്തെയാണ് മരണഭയം നീങ്ങിപ്പോയ കൂട്ടം. പഴയ നിയമത്തിൽ നമ്മൾ പെട്ടകത്തിൽ നോക്കിയത് കൊണ്ട് 50,070 പേര് മരിച്ചുപോയെന്ന് എഴുതിയിരിക്കണം. ആ കൃപാസനത്തിൻ്റെ അടുത്താണെന്ന് ആരും നിൽക്കുന്നത്, ദൈവത്തിൻ്റെ സഭ നിൽക്കുന്നു. കാരണം എന്താ? മരണഭയം നീങ്ങി, മരണഭയം നീങ്ങി. അങ്ങനെയാണ് കർത്താവെന്ന് പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ സഭയെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് യശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, നിങ്ങൾ എന്നെ അനുസരിക്കാതിരിക്കാൻ ആരെയാണ് ഭയപ്പെട്ടത്? ഭയപ്പെടാൻ ഒരുവൻ മാത്രം, ഭയപ്പെടാൻ യോഗ്യനായി ഒരുവൻ മാത്രം, അവനെ ഭയപ്പെടണം. അപ്പം നമ്മൾ ഒരാളോട് അനുസരിക്കണം എന്ന് 100 പ്രാവശ്യം പറഞ്ഞ് അവൻ്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. എന്ത് ചെയ്യണം? ഭയപ്പെടാൻ പോകണം. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ചെയ്തേ. എന്താ പറഞ്ഞേ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യുക? അതായത് ഒരാളോട്, ഞാൻ മുസ്ലിനോട് എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല, അവിടെ ഒരു കെട്ടിടം നിൽപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു മരം നിൽക്കുന്നുണ്ട്, അതിനാ ഏറ്റവും പൊക്കം, ഈ ദേശത്ത് ഏറ്റവും പൊക്കം അതിനാ. അപ്പോൾ മുസ്ലിം പറഞ്ഞു അങ്ങനെയല്ല, അത് വേറെ. അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെയല്ല, ഇങ്ങനെയാ, അതിനാണ് പൊക്കം എന്ന് പറഞ്ഞ് ഞാനങ്ങ് സമ്മതിപ്പിക്കുക. അപ്പോൾ സമ്മതിപ്പിക്കുന്നതുണ്ട്. ഇതുപോലെയാണ് അപ്പോസ്തലനായ പൗലോസിൻ്റെ പണി. അപ്പോസ്തലനായ പൗലോസ് എല്ലാം അനുസരിക്കടാ, അതിനനുസരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ ഇതല്ല പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്താ? ആകയാൽ ദൈവത്തെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കണം. നീ സമ്മതിക്കും, ബാക്കി അതിന് പിന്നാലെ വന്നോളൂ. ബാക്കി അനുസരണാൻ്റെ പിന്നാലെ വന്നോളൂ. കാരണം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഒരാളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ അനുസരിച്ചോളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. ഇത് എല്ലാറ്റിനും പ്രശ്നം എന്ന് പറയുന്നത് ഇതില്ലാത്തതാണ്. ഏതില്ലാത്തത്? ഭയമില്ലാത്തത്. അതാ 90-ാം സങ്കീർത്തനം പറയുന്നത്. എന്താ? നിന്റെ ശക്തി, നിന്റെ കോപത്തിൻ്റെ ശക്തിയെ അറിയുവാൻ ഭയപ്പെടുവാൻ തക്കവണ്ണം. 90-ാം സങ്കീർത്തനം 6 8 നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാര്? ദൈവത്തിന് ക്രോധം വന്നു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കോപത്തിന് ശക്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പറ്റും. ദൈവത്തെ ഭയപ്പെടും. അത് ഭയപ്പെടില്ല. ആ അറിവില്ലാത്തതാണ്. അതാണ് ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരമാണ്. ദൈവം എതിരായാൽ എന്ത് സംഭവിക്കും, മനുഷ്യനെതിരായാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെതിരായാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഏറ്റവും ആദ്യമേ തന്നെ ദൈവഭയം വർദ്ധിക്കണം. ദൈവഭയം കെട്ടുപോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ദൈവഭയമില്ലാതെ പോകാനുള്ള കാരണങ്ങൾ. ആകയാൽ ആത്മാവിലെയും ജഡത്തിലെയും കന്മഷങ്ങളൊക്കെയും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊടുക്കാം. അപ്പം ദൈവഭയം ഇല്ലാതെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് എന്താ? ആത്മാവിലും ജഡത്തിലും കിടക്കുന്ന മലിനതകളാണ്. മലിനതയാണ്. ആത്മാവിലും ജഡത്തിലും മലിനത കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമാണ്. ആയുഷ്കാലമൊക്കെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഭ്രാന്തുണ്ടെന്നാണ് പറഞ്ഞത്. ഭ്രാന്തനോട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഭ്രാന്തൻ അവനെ ആരെങ്കിലും ഉപദ്രവിച്ചാലോ, അവന് വേദന എടുത്താലോ അതൊന്നും അവനെ ഏൽക്കുന്നില്ല. അതൊന്നും അനുഭവിക്കാൻ ഇടവരുന്നില്ല. അവൻ്റെ ഉള്ളിലേക്ക് അതൊന്നും ചെല്ലുന്നില്ല. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം. തൻ്റെ ജീവിതത്തിൽ കിടക്കുന്ന മലിനത. അവിടെയാണ് ക്രിസ്തുയേശു സഹിച്ച ത്യാഗം എന്ന് പറയുന്നത്. കർത്താവ് സഹിച്ച ത്യാഗത്തിൻ്റെ വേദന.
പലരോടും ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ, സുവിശേഷം പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ, ആ വീട്ടിലെ, ഇവിടെ അടുത്താണ്, ആ വീട്ടിലെ ഒരു 10-25 വയസ്സുള്ള ചെറുപ്പക്കാരൻ 3 പ്രാവശ്യം ബൈക്കിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് അസ്ഥിയൊക്കെ തകർന്നിരിക്കുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ, ആ സഹോദരൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കർത്താവിൻ്റെ വേദന ഏതായാലും നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെയല്ല, കഴിയും, കാരണം ഞാൻ അതിൽ കൂടി കടന്നു പോകുന്നതാണ്. ആ അറിവ് തെറ്റാണ്. കാരണം ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരാൾ വെല്ലുവിളിക്കുക, തൻ്റെ കത്തി എടുത്തതിന് ശേഷം ഈ സ്വന്തം കൈ ഇങ്ങനെ വലിച്ച്, ഇങ്ങനെ ഒരു വലിച്ച്, അപ്പോൾ ആ മാംസം പിളർന്നതിന് ശേഷം അതിൽ നിന്ന് ചോര എടുക്കുക, ഇതുപോലെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ശബ്ദം ഒക്കെ ഉണ്ടാക്കുക. ഇതെങ്ങനെ സാധിക്കുന്നു? നമ്മൾ കണ്ടിട്ട് തന്നെ. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വരുന്നത് തനിക്ക് വേദനയോ കഷ്ടതയോ ഒന്നും ഏൽക്കാതെ വരും, മനുഷ്യന് സുബോധം നഷ്ടപ്പെട്ടു പോയാൽ. എന്നാൽ യേശുവോ സുബോധത്തിൻ്റെ പൂർണ്ണതയാണ്. അവിടെ നിന്ന് ഒരു ശരീരത്തിലുണ്ടാകുന്ന ഒരു സ്പർശനം പോലും അത് അത്രമാത്രം അതറിയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള വേദനയുടെ ആഴം മറ്റാർക്കും മനസ്സിലാവില്ല, മറ്റാർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കില്ല, അത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നത് ഏറ്റവും ആദ്യമേ തന്നെ ദൈവത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് അറിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ ഭയപ്പെടും. അത് സാധിക്കണമെങ്കിൽ ആത്മാവിലെയും ജഡത്തിലെയും കന്മഷങ്ങൾ നീങ്ങണം. ആത്മാവിലെയും ജഡത്തിലെയും കന്മഷങ്ങൾ നീങ്ങി കഴിയുമ്പോഴേക്കും തന്നെ ഉണ്ടാകുന്നതാണ് ദൈവഭയം. ദൈവഭയം ഉണ്ടാകുന്നതോടുകൂടി വരുന്നതാണ് വരുന്നതാണ് അനുസരണം. അതിൻ്റെ പിന്നാലെ അനുസരണം വരും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ സഭ കർത്താവിനെ അനുസരണത്തിൽ തികഞ്ഞവനായി വരണമെങ്കിൽ, കർത്താവിനെ അനുസരിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിൽ വരണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. സഭ ദൈവഭയത്തിൽ വരണം. ദൈവഭയത്തിൽ വരണമെങ്കിൽ ആത്മാവിലെ ജഡത്തിലെയും കന്മഷങ്ങൾ നീക്കണം. ആ കന്മഷങ്ങൾ, ആ അഴുക്ക് നീക്കുവാനാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. ഇതാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. ഈ തരത്തിൽ ശുദ്ധീകരണമുള്ളവൻ അനുസരിക്കും, കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷ പ്രാപിക്കും. ഇല്ലാത്തവൻ രക്ഷ പ്രാപിക്കില്ല. അപ്പം അവിടെ ഉണ്ട് കർത്താവിൻ്റെ വചനം പറയുകയാണ്, യഹോവയെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ. ഇങ്ങനെ ഒന്നാമത്തെ ഘട്ടം സാധിച്ചു. ദൈവത്തെ ഭയപ്പെട്ടു. ദൈവത്തെ ഭയപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എങ്ങനെ തൻ്റെ ആത്മാവിലെയും ജഡത്തിലെയും കന്മഷങ്ങൾ, തൻ്റെ പാപത്തെക്കുറിച്ച് പറഞ്ഞ് ആത്മാവിലെയും ജഡത്തിലെയും കന്മഷങ്ങൾ നീക്കി ദൈവഭയം ഒതിച്ചു. ദൈവഭയത്തിൽ നിന്ന് അനുസരണത്തിലേക്ക് വരും. ഇനി അടുത്ത് അനുസരണമാണ്. അനുസരണത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ പ്രശ്നം. അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എനിക്ക് എവിടെ ചെന്നപ്പോൾ 2 കുട മേടിക്കാൻ ചെന്നതാണ്. 3 കുട കിടക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ രണ്ടാമത് കിടക്കുന്ന കുടയാണ്. അത് നല്ല കുടയാണ്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറെ ഇതുണ്ട്, വേറെ ഏതോ കൽപ്പനകളൊക്കെ ഉണ്ടപ്പോൾ ദൈവസന്നിധിയിലേക്ക് അനുസരണത്തിനായിട്ട് വരുമ്പോൾ തിരഞ്ഞെടുക്കത്തക്കതായ വേറെ ഏതോ കൽപ്പനകളുണ്ട്. കേട്ടോ, അവിടെയാണ് അതിൻ്റെ വിഷയം. അതാണ് ശൗലിന് സംഭവിച്ചത്. ശൗലിന് എന്താ സംഭവിച്ചത്? ശൗല് ആത്മാർത്ഥമായിട്ട് അമാലേക്കരെ മുഴുവനും ഇല്ലാതാക്കാൻ ചെന്നതാണ്. അമാലേക്കരെ ഇല്ലാതാക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ വന്നപ്പോഴേക്കും കുറേ പേര് കൂടി വന്നു. ഇത് മുഴുവൻ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ല. എന്തിനാ വെറുതെ അങ്ങനെ നശിപ്പിച്ച് കളയാൻ? നമുക്ക് കർത്താവിന് യാഗം കഴിക്കാൻ പാടില്ലേ? നമുക്ക് ഉണ്ടാവണ്ട, യഹോവയ്ക്ക് യാഗം കഴിക്കാമല്ലോ. അപ്പോൾ അത് ആരുടെ കൽപ്പനയാണ്? ശൗൽ പിന്നെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരെ അനുസരിച്ച് യഹോവയുടെ കൽപ്പന നിരസിച്ചതിനാൽ ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് ബദലായിട്ടും എതിരായിട്ടും വേറെ ആരുടെ കൽപ്പന വന്നിരിക്കും? മനുഷ്യരുടെ കൽപ്പന വന്നിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ എന്നെ വിട്ട്.
ഏതെങ്കിലും ദുഷ്കർമ്മി വരും. ദൈവത്തിൻ്റെ വചനം പരമാർത്ഥതയോടെ അനുസരിക്കാൻ ഒരാൾ തയ്യാറായാൽ അപ്പം എവിടെ നിന്നെങ്കിലും ദുഷ്കർമ്മി വരും. അവനും പറയും ഒരഭിപ്രായം. ഇല്ലെങ്കിൽ സ്വന്തം മനസാക്ഷി പറയും. നയമാൻ വേറെ ആരും വന്നില്ല. എവിടെ നിന്ന് പറഞ്ഞു? സ്വന്തം മനസാക്ഷി എന്ന് പറഞ്ഞു. സ്വന്തം മനസാക്ഷി പറഞ്ഞു, ഇവിടെ യോർദാനിൽ മുങ്ങാനല്ലേ പറഞ്ഞു, നമുക്ക് അവിടെ മുങ്ങിയാൽ എന്തായിരുന്നു കുഴപ്പം? ഇതിനേക്കാളും എത്ര നല്ല വെള്ളം അവിടെ കിടക്കണം. സ്വന്തം മനസാക്ഷിയാണ്, സ്വന്തം ബുദ്ധിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ വരുമ്പോൾ ആരൊക്കെ വരും? ദുഷ്കർമ്മികൾ വരും. സ്വന്തം മനസാക്ഷി എഴുന്നേൽക്കും. അതുകൊണ്ടാണ് അന്ത്യകാലത്ത് ദൈവസഭയ്ക്ക് വരുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ് എന്താണ്? സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി, സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവർ അവർ കൽപ്പനകൾ കൊണ്ടുവരും. നമ്മൾ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പഠിക്കുന്ന സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി അവർ കൽപ്പന കൊണ്ടുവരും. ഇങ്ങനെയുള്ള കൽപ്പനകളെല്ലാം അങ്ങോട്ട് നിരക്കും. ഇങ്ങനെ നിരക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് ഇതിനകത്തു നിന്ന് ഏറ്റവും അതിനേക്കാളെല്ലാം വലുതാണ് ഏത് കൽപ്പന? ദൈവത്തിൻ്റെ കൽപ്പന. അവനെ ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടും, ഇതാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇല്ലെങ്കിലോ മനുഷ്യൻ്റെ കൽപ്പന അതെടുക്കുന്നവൻ എന്ത് വരും? മനുഷ്യൻ്റെ കൽപ്പന എടുക്കുന്നവൻ കർത്താവിൻ്റെ സ്വത്താണ്. ഇതാണ് വിഷയം. ഹോശേയ പ്രവചനത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോശേയ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. എഫ്രൈമിന് മാനുഷ്യകൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കും. മനുഷ്യൻ്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ അവന് തുടങ്ങും. മനുഷ്യൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ വാക്ക് കേട്ടാൽ അന്ന് തുടങ്ങും. എന്ത് തുടങ്ങും? പീഡ. പിന്നെ രണ്ടാമത് വ്യവഹാരം. ഏത് മനുഷ്യർക്കും ഒരു ദിവസം വെച്ചിട്ടുണ്ട്. ഏത് ദിവസം? വ്യവഹാര ദിവസം. അപ്പം അവിടെ നിന്ന് കർത്താവിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കാതെ, അതായത് കപ്പലിൽ അപ്പോസ്തലനായ പൗലോസും കൂട്ടരും കൂടി യാത്ര തുടങ്ങിയപ്പോൾ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, ഈ യാത്രയിൽ കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ദോഷമുണ്ടാകുമെന്ന് ഞാൻ കാണുന്നുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ അവിടെ കൂടിയിരുന്നവർ ആരെ വിശ്വസിച്ചു? പൗലോസ് പറഞ്ഞതിനേക്കാൾ കപ്പലുടമയുടെ വാക്ക് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത് അവരങ്ങ് പോയി. പോയ വഴിക്ക് ഏറ്റവും ആദ്യമേ ഏത് കാറ്റ് ഊതി? ഏറ്റവും ആദ്യം ഊതിയത് തെക്കൻ കാറ്റാണ്. ദൈവകൽപ്പന ധിക്കരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെ ഒരു കാറ്റാണ്. ഏത് കാറ്റ്? തെക്കൻ കാറ്റ്. തെക്കൻ കാറ്റ് ഊതുമ്പോൾ എന്ത് തോന്നുമെന്നറിയോ? ദൈവകൽപ്പന നിഷേധിച്ചു കഴിഞ്ഞാൽ, ദൈവകൽപ്പന അനുസരിക്കാതെ മാറിക്കഴിയുമ്പോൾ ഏറ്റവും ആദ്യം ഊതുന്നത് തെക്കൻ കാറ്റാണ്. തെക്കൻ കാറ്റ് ഊതിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് അപ്പോൾ ചിന്തിക്കുന്നത് എന്താ പറയുക? വചനം കാര്യം സാധിച്ചു എന്ന് തോന്നും. ഏറ്റവും ആദ്യത്തെ അനുഭവം ദൈവത്തിൻ്റെ വചനം ധിക്കരിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നത് തൊട്ടടുത്ത് പിന്നാലെ വരുന്നു. ഏത് വരുന്നു? ഈശാനമൂലം എന്ന കാറ്റ് വരുന്നു. അത് മനുഷ്യൻ അറിയുന്നില്ല. അത് തുടങ്ങിയതിന് ശേഷം പിന്നീട് അനുഭവിച്ച വേദന എന്ന് പറയുന്നത്, ആ കപ്പൽ ഉടഞ്ഞു, വെള്ളത്തിൽ താണു, എല്ലാവരും നീന്തി കരയ്ക്കടുത്ത് രക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേട്ടത് പ്രകാരമാണ്. എന്താണ്? പീഡിതൻ, വ്യവഹാരത്തിൽ തോറ്റവൻ, പീഡിതൻ. അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം പീഡയിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണം. രണ്ടാമതാണ് വ്യവഹാരത്തിൽ തോറ്റ. വ്യവഹാരം എന്ന് പറയുന്നത് എന്താ? വ്യവഹാരം എന്ന് പറഞ്ഞാൽ കേസ്. എല്ലാ മനുഷ്യരുടെ
നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ വലത്തുഭാഗത്ത് ആരാ? വലത്ത് ഭാഗത്ത് യഹോവ നിനക്ക് തണലും. നമ്മുടെ വലത്ത് ഭാഗത്ത് ആരാ തന്നെ? ദൈവമാണ്, കർത്താവാണ്. അങ്ങനെ സുഖമായിട്ട് നടത്തുകൊണ്ട് പോകുമ്പോൾ ആരും അടുക്കില്ല. പക്ഷേ ഈ സമയത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കുറിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ വിഷയം. കുറിച്ച് വെച്ചതിന് ശേഷം ഇവൻ്റെ ജീവിതം ന്യായമായ കാര്യങ്ങൾ കുറിച്ച് വെച്ചതിന് ശേഷം ഇവൻ്റെ എതിരെ വാദിച്ചുകൊണ്ടിരിക്കുക. ഇവൻ്റെ തെറ്റുകൾ, ഇവൻ്റെ സ്വഭാവം മുതലായിട്ട് വാദിച്ചതിന് ശേഷം അവസാനം ശത്രു ചോദിക്കും, ഇനി കർത്താവ് ഒന്നങ്ങ് മാറും, ഞാൻ വലത്തുഭാഗത്തേക്ക് ആര് വരട്ടെ? ഇനി വലത്തുഭാഗത്തേക്ക് എതിരാളി വരാൻ പോവാം. അങ്ങനെ ഒരു അവസരമുണ്ട്. എല്ലാവർക്കും വരും. കാരണം മനുഷ്യനെ കുറ്റം ചുമത്താൻ വരുന്ന സമയമാണ്. കുറ്റമില്ലാത്ത മനുഷ്യരില്ല. അതുകൊണ്ട് അവനെ കർത്താവിനെ വരെ വിസ്തരിക്കാൻ വന്നു. കർത്താവിനെ വിളിച്ചുകൊണ്ട് പോയി, കർത്താവിനെ പിന്നെ പരീക്ഷിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോയി വിസ്തരിക്കാൻ വന്നു. വിസ്തരിച്ച് കഴിയുമ്പോൾ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവൻ കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. ആർക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും? ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. ശത്രുവാണ് പിന്നെ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത്. പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നോ രണ്ടോ പരീക്ഷയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലതുഭാഗത്ത് ശത്രു മാറില്ല. അതാണ് വിശ്വാസ സമൂഹത്തിൽ. ഞങ്ങളൊരു സഭയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സഭയിൽ ഏകദേശം 45 അംഗങ്ങളുണ്ട്. ആ 45 അംഗങ്ങൾ ഉള്ള സുവിശേഷം അറിയിക്കുന്ന കാര്യത്തോടനുബന്ധിച്ച് പോയതാണ്. ഈ 45 അംഗങ്ങളുടെ ഉള്ള സഭയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ നമുക്ക് പ്രയാസം തോന്നും. അതുപോലെ ഒരു ആത്മീയ അന്തരീക്ഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പലരും ദർശനം കണ്ടു. സാത്താൻ അവിടെ അതിൻ്റെ സിംഹാസനമായിട്ട് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, അതിൻ്റെ നടുക്ക്, സഭയുടെ നടുക്കിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? പിന്നീട് ചിന്തിച്ചപ്പോഴാണ് പറയുന്നത്, അതിനകത്ത് നല്ലൊരു ശതമാനം മിക്കവാറും എല്ലാവരും തന്നെ ഓരോരോ വഴികളിൽ തെറ്റിക്കിടക്കുന്നവരാണ്. ഏറ്റവും വലിയ ഹീനമായിട്ടുള്ള ജീവിതാവസ്ഥയിൽ ആയിരിക്കുന്നവരാണ് അവർ. അത്രമാത്രം ഒരു 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 പ്രശ്നത്തിൽ ആയിരിക്കുന്ന സഭയാണത്. കർത്താവിൻ്റെ വചനം പറയുന്നത്, ഈ ഇരിക്കുന്ന മനുഷ്യരിൽ ഒരാൾ തോറ്റു, അവരുടെ വലത്തുഭാഗത്ത് ഇത് ഉറച്ചു. യഹോവ വലത്തുഭാഗത്തുണ്ടായിരുന്നത് പരീക്ഷയ്ക്കായിട്ട് വരുന്നു. പരീക്ഷയിൽ ജയിച്ചാൽ വീണ്ടും യഹോവ വലത്തുഭാഗത്ത് വരും, സാത്താൻ അവിടെ നിന്ന് മാറും. പരീക്ഷയിൽ തോറ്റാലോ സാത്താൻ വലത്തുഭാഗത്ത് നിൽക്കും. യോശുവ അകൃത്യമുണ്ട്, യോശുവയിൽ തെറ്റുണ്ട്. യോശുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോശയ്ക്ക് ശേഷം വന്ന യോശുവയല്ല, യോശുവ എന്ന മഹാപുരോഹിതൻ. അകൃത്യമുണ്ട്. ആ അകൃത്യം നിമിത്തം അവനെ വിസ്തരിക്കാനായിട്ട് കൽപ്പന ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൊടുക്കേണ്ടി വന്നു. ന്യായമുണ്ട്, യോശുവയിൽ തെറ്റുണ്ട്. മഹാപുരോഹിതൻ്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് വാദിക്കാൻ തുടങ്ങിയപ്പോൾ ന്യായകർത്താവായ ദൈവപ്രകാരം പറഞ്ഞു, അവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്തു? നമ്മൾ വചനം പഠിക്കുന്നത് യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുത്തിരിക്കും. ആ വ്യവഹാരത്തിൽ ശരി അവൻ തെറ്റുകാരനാണെന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ഇവൻ്റെ വലത്തുഭാഗത്ത് ആരും പോകണ്ട. പിന്നെ ഈ യോശുവയുടെ വലത്തുഭാഗത്ത് നിന്ന് സാത്താൻ മാറേണ്ട കാര്യമില്ല. ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ ഒരു സഭയിൽ എല്ലാവരും അങ്ങനെ ആയി എന്ത് ചെയ്യും? അയ്യോ, അതാണ് ദൈവസഭയുടെ ഓരോ സന്ദർഭങ്ങളിലും കർത്താവ് തരുന്ന ആലോചനകളും കർത്താവ് തൻ്റെ ജനത്തിന് നടന്ന നിർദ്ദേശങ്ങളും സൂക്ഷ്മതയോടുകൂടി കേട്ട് അനുസരിച്ച് ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി നിലനിന്ന് പോകുന്ന ജീവിതങ്ങളാക്കി. സഭയുടെ ജീവിതങ്ങൾ അതിന് സമർപ്പിച്ചില്ല എങ്കിൽ സഭ പോകുന്ന വഴി വേറെയാണ്. സഭ വേറെ വഴിക്ക് പോവുകയാണ്. ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്, പരീക്ഷയിൽ അവൻ കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞതോടുകൂടി അവനെ മാറ്റി, അവനെ ഉത്സവവസ്ത്രം ധരിപ്പിച്ചു, തലയിൽ ഒരു മുടി വെച്ചു, അവൻ്റെ വലത്തുഭാഗത്ത് കർത്താവ് വന്നു. പിന്നെ അവൻ്റെ ജീവിതം പറയുന്നു.
ഇവിടെ വേറൊരുത്തൻ അവന് വിസ്തരിച്ചപ്പോൾ എന്ത് തെളിഞ്ഞു? കുറ്റക്കാരൻ തെളിഞ്ഞു. ആരാ? യൂദാ കുറ്റക്കാരൻ തെളിഞ്ഞു. കുറ്റക്കാരൻ തെളിഞ്ഞു. അതോടുകൂടി പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അവൻ്റെ ഉത്തരവാദിത്വം ആരുടെ കയ്യിലേക്ക് മാറി? ശത്രുവിൻ്റെ കയ്യിലേക്ക് മാറി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുന്നത് ഇത് യൂദയ്ക്കും മഹാവിരോധനായ യോശുവയ്ക്കും മാത്രമല്ല, വിശ്വാസത്തിൽ വരുന്ന എല്ലാവർക്കും ഉണ്ട്. ആ വ്യവഹാരം വരുമ്പോൾ നോക്കുന്ന ഏറ്റവും വലിയൊരു യോഗ്യതകളാണ്. അതായത് ഇവൻ വിധവയുടെയും അനാഥനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? വിധവയുടെയും അനാഥൻ്റെയും ദുഃഖം ഇവൻ്റെ ജീവിതത്തിലുണ്ടോ? രണ്ടാമത്തത്, ഇവൻ കരുണ കാണിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണത്തിൽ ഏറ്റവും പ്രധാനമാണ്. ന്യായപ്രമാണത്തിൽ തൂക്കം കൂടിയത് ഏതൊക്കെയാണ്? ഏറ്റവും തൂക്കം കൂടിയ 3 കാര്യങ്ങൾ: ന്യായം, കരുണ, വിശ്വസ്തത. ന്യായം, കരുണ, വിശ്വസ്തത. ഈ കാര്യത്തിൽ ഇവൻ കരുണ കാണിച്ചിട്ടുണ്ടോ? കരുണ കാണിക്കാതെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ? കർത്താവിൻ്റെ സ്തോത്രം. ഈ കാര്യങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിച്ച് ശേഷം കർത്താവിൻ്റെ കൽപ്പനയേക്കാൾ മനുഷ്യൻ്റെ കൽപ്പന പ്രാധാന്യം കൊടുത്തുകയും ചെയ്തിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ ദൈവം ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാ? കർത്താവിൻ്റെ സ്തോത്രം. മനുഷ്യൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ കൽപ്പനയേക്കാൾ മനുഷ്യൻ്റെ കൽപ്പന അത് അനുസരിച്ചിട്ടുണ്ടോ? പിന്നെ അനാഥനെയും വിധവയെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ കരുണ, ന്യായം, കരുണ കാണിച്ചിട്ടുണ്ടോ? അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. കരുണ കാണിക്കാത്തവന് കരുണ കൂടാതെ ന്യായവിധി നടത്തും. ഇവിടെ യാക്കോബിൻ്റെ 2:6 കരുണ കാണിക്കാത്തവൻ. ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞ കർത്താവിൻ്റെ നാമത്തെ ഘോഷിച്ചപ്പോൾ ഏറ്റവും ആദ്യം ഉച്ചരിച്ച വാക്കാണ് ഏതാണ്? യഹോവ എന്ന നാമത്തെ ഉച്ചരിച്ചപ്പോൾ അതിൻ്റെ വിശേഷണമായി ഏറ്റവും ആദ്യം ഉച്ചരിച്ച വാക്കാണ് ഏതാ? യഹോവ ദൈവം കരുണയുള്ളവൻ. കരുണ. ആ കരുണ കാണിക്കാത്തവന് ആ വാക്യം ഒന്ന് വായിച്ചു. ഗലാത്യൻ്റെ 6 കരുണ കാണിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. രണ്ടാമത്, അനാഥനെയും വിധവയെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. മൂന്നാമത്തത്, മനുഷ്യകൽപ്പനയേക്കാൾ ദൈവകൽപ്പനയേക്കാൾ മനുഷ്യകൽപ്പനയെ ഇവൻ മാനിച്ചിട്ടുണ്ടോ? കർത്താവിന്റെ സ്തോത്രം. ഇങ്ങനെ മുതലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. 7 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതിൽ നോക്കിയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷ്മതയോടെ പരിശോധിക്കും. കർത്താവിൻ്റെ വചനം പറയുന്നത്, തങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും ഞാൻ കർത്താവിൻ്റെ വചനത്തെ ധിക്കരിച്ച് സ്വന്തം ഒരു കാര്യം, സ്വന്തം മനസാക്ഷി പറയുന്ന ഒരു കാര്യമോ മനുഷ്യൻ്റെ കൽപ്പനയോ അനുസരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഒരു ദിവസമുണ്ട്. ഏത് ദിവസം? വ്യവഹാരത്തിനൊരു ദിവസമുണ്ട്. എൻ്റെ വലത്തുഭാഗത്ത് നിന്ന് ശത്രു വാദിക്കുന്നൊരു ദിവസമുണ്ട്. അന്ന് കർത്താവ് നോക്കുന്ന ഒരു കാര്യമാണ്. ഏത്? എൻ്റെ വചനത്തേക്കാൾ ഇവൻ വേറെ ഏതെങ്കിലും കൽപ്പനയെ മാനിച്ചിട്ടുണ്ടോ? മാനിച്ചിട്ടില്ല. യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വചനം പറയുന്നത് എന്താ? വ്യവഹാരത്തിൽ ആ വാക്യം പറയും, ഭയപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും. അവൻ വ്യവഹാരമുണ്ട്. ഒരു ദിവസം അവനൊരു വ്യവഹാരത്തിൻ്റെ ദിവസമുണ്ട്. ആ വ്യവഹാര ദിവസം യൂദയെക്കുറിച്ച് കർത്താവിനൊന്നും പറയാൻ സാധിച്ചില്ല. കാരണം എന്താ? യൂദയെക്കുറിച്ച് കാരണം 106-ന്റെ 109-ന്റെ 16 അതെ, അവൻ ദയ കാണിപ്പാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും മനം തകർന്നവനെയും മരണപര്യന്തം. അപ്പോൾ അവന് എന്തില്ല? ഇത് ഉണ്ടായിട്ടില്ല, കാരണമേ ഉണ്ടായിട്ടില്ല. അവനെ വിടുവിക്കാൻ സമയത്ത്
ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഓർത്തു കൊള്ളണം കേട്ടോ. നമ്മളൊരാളുടെയും മെക്കിട്ട് കയറ്, കാര്യമില്ലാതെ നമ്മൾ ഒരാളോടും ഒരാളെയും പീഡിപ്പിക്കരുത്. കാരണം വ്യവഹാരത്തിൻ്റെ ഒരു ദിവസമുണ്ട്. അത് ഒരാൾക്കല്ല, വിശ്വാസികളായ എല്ലാവർക്കും ഉണ്ട്. ആ സമയത്ത് നോക്കുന്ന കാര്യങ്ങൾ ഓർത്തു കൊള്ളണം. കരുണ കാണിച്ചിട്ടുണ്ടോ? കരുണ കാണിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കൽപ്പനയേക്കാൾ മനുഷ്യൻ്റെ കൽപ്പനയെ മാനിച്ചിട്ടുണ്ടോ? അനാഥനെയും വിധവയും പീഡിപ്പിച്ചിട്ടുണ്ടോ? എളിയവനെയും മനം തകർന്നവനെയും മരണപരിധി ഉപദ്രവിച്ചിട്ടുണ്ടോ? മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കും, എല്ലാം നോക്കും. ഇവിടെ വചനം പറയുന്നത് മനുഷ്യൻ്റെ മറ്റേത് കൽപ്പനയേക്കാൾ ഏറ്റവും ദൈവത്തിൻ്റെ കൽപ്പന ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് ദൈവം അവൻ്റെ വ്യവഹാരം നടത്തും. ആരുടെ വ്യവഹാരം? അവൻ്റെ വ്യവഹാരം ദൈവം നടത്തി വിടുവിക്കും. അവൻ തീർന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലേ, അവൻ ആ ന്യായത്തിങ്കൽ അവനെ രക്ഷിപ്പാൻ ഇടയായിത്തീരും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിന്ന് പഠിക്കുന്നത്, ഒന്നാമത് ദൈവത്തെ ഭയപ്പെട്ട്, രണ്ട് അവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുകയല്ല, അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുക. കാരണം എന്താ? വേറെ പല കൽപ്പനകളും ആ സമയത്തുണ്ടാകും. ആ കൽപ്പനകളിലൊന്നും വീണു പോകാതെ ദൈവം എന്നോട് എന്ത് കൽപ്പിച്ചുവോ ആ കൽപ്പന, പല കാര്യങ്ങളും വരും. എത്രയോ പേർക്ക് വന്നിട്ടുള്ള അബദ്ധങ്ങൾ മുഴുവനും അതാണ്. അബദ്ധങ്ങൾ മുഴുവനും അതാണ്. കാരണം ബേഥേലിൽ നിന്നുള്ള പ്രവാചകൻ അവനോട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കരുത്, അപ്പവും വെള്ളവും കുടിക്കരുത്, പോയ വഴി തിരിച്ചു വരരുതെന്ന് പറഞ്ഞു വിട്ടതാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു പ്രവാചകൻ വന്നപ്പോൾ പറഞ്ഞു, എന്നോട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാവുന്നു. നീ എന്തായി പറയണം? ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാ. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. എന്നോട് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു നിന്നെ വിളിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് അപ്പം വെള്ളം കൊടുക്കാൻ. കേട്ടപ്പോൾ ശരിയാ. കർത്താവിന്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, സ്വന്തമായി കർത്താവ് തരുന്ന ആലോചനകളുണ്ട്, അതേ ആത്മാവ് തന്നെ മറ്റുള്ളവരിൽ കൂടി കൊടുക്കുന്ന ആലോചനയുണ്ട്. എനിക്ക് ശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്നിൽ വസിക്കുമാറാക്കിയ ഒരാത്മാവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ്. അതൊരു കാര്യം ഉപദേശിക്കും. അതുപോലെ തന്നെ സഭയ്ക്ക് കർത്താവ് ആത്മാവിൻ്റെ പ്രവചനത്തിന് വേണ്ടി ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്, ദൂതുകൾ കൊടുത്തിട്ടുണ്ട്. ആ ആത്മാവും പ്രവചിക്കും. ഞാൻ ഏത് വിശ്വസിക്കണം? കർത്താവ് സഭ എന്നിൽ വസിക്കുമാറാക്കിയ ആത്മാവ് എന്ത് പറയുന്നു അതാണ് അനുസരിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞ്, നീ യെരൂശലേമിൽ പോകരുത്, അവിടെ തന്നെ കഷ്ടവും സങ്കടവും നോക്കിയിരിക്കുന്നുണ്ട് എന്ന് എങ്ങനെ പറഞ്ഞു? ആത്മാവിനാൽ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായിട്ടാണ് പോകുന്നത്. ഞാൻ ഏതാത്മാവ് പറഞ്ഞതനുസരിച്ചാണ് പോകുന്നത്. ഇന്ന് കൊടകര ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടുത്തെ മീറ്റിങ്ങിൽ ഒരു പ്രവചനം ഉണ്ടെന്നാണ് കേട്ടത്. അവിടെ പോയി. അടുത്ത ദിവസം കട്ടപ്പന ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടെ പോയി. അവിടെ നല്ലൊരു പ്രവാചകൻ വരുന്നുണ്ട്. അവിടെ പോയി. ഇത് ഇങ്ങനെ ലോകം മുഴുവൻ നടന്ന് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കേട്ട് വിഴുപ്പ് വിഴുങ്ങി നടക്കുന്ന ജീവിതങ്ങളല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിന്നിൽ വസിക്കുമാറാക്കിയ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് തരുന്നതിനപ്പുറം ലോകത്തിൽ നിന്റെ ജീവിതത്തിൽ ഈ ലോകത്തിൽ വരുമ്പോൾ, ഈ ലോകത്തിൽ കർത്താവിൻ്റെ സന്നിധി എത്തുന്നവരെയും ഏതെല്ലാം ശത്രുക്കൾ നിന്റെ അടുക്കൽ വരും എന്ന് അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് വാള് തന്നിരിക്കുന്നത് കയ്യിലേക്ക്. ആദ്യമേ തന്നെ, ആരംഭത്തിൽ തന്നെ അവസാനവും അറിയുന്നവൻ ആ വാള് തന്നിരിക്കുമ്പോൾ ആ തന്ന വാളുമായി, ആ ആത്മാവിൻ്റെ ശക്തിയുമായി മറ്റാരോടും കടപ്പാടൊന്നും വേണ്ട. സിയോനിൽ കർത്താവിൻ്റെ അടുക്കലെത്താൻ തക്കവണ്ണം പ്രാപ്തമാണ് ആ തന്നിരിക്കുന്ന വസിക്കുമാറാക്കിയ ആത്മാവും കയ്യിൽ തന്നിരിക്കുന്ന വാളും. ഇതിനേക്കാൾ വലിയ വാൾ മറ്റുള്ളവർക്കുണ്ടാവും. അത് അവൻ്റെ ജീവിതത്തെ എത്തിക്കാനാണ്. ഇതിനേക്കാൾ ആത്മശക്തി മറ്റുള്ളവർക്കുണ്ടാവും. അത് അവൻ്റെ ജീവിതത്തെ എത്തിക്കാനാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണ്, നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ച് പറയുകയാണ്, നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവും നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിൻ്റെ വാളായ ദൈവത്തിൻ്റെ വചനവും, അയ്യോ ഞാൻ എന്ത് മനസ്സിലാക്കിയിരിക്കുന്നു ചിന്തിക്കേണ്ട, അത് മതി. അതിനെ മുറുകെ പിടിച്ചാൽ മതി. അവൻ്റെ കൂടാരത്തിലെത്തും. അവൻ്റെ കൂടാരത്തിലെത്തുവാൻ തക്കവണ്ണം അത് ശക്തമാണ്. ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധിയിൽ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അവനെ ഭയപ്പെടുക, അശുദ്ധി നീക്കുക, അവനെ ഭയപ്പെടുക, തന്നെ അവനെ അനുസരിക്കും.
അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടും. മാത്രമല്ല, ഒരു വ്യവഹാരം നിന്റെ ജീവിതത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. ആ വ്യവഹാരത്തിൽ നീ ജയിക്കുവാൻ, നിന്റെ വ്യവഹാരം നടത്തി അതിൽ നിന്ന് വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവം അന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഓർക്കുന്നത്, അന്ന് ഞാൻ ആ മനുഷ്യൻ്റെ വാക്ക് കേട്ട് പോയിരുന്നെങ്കിലോ, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് നടന്നതുകൊണ്ട് ഇന്ന് ഈ വ്യവഹാരത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. യോശുവയ്ക്ക് ചിന്തിക്കാനുള്ളതുപോലെ അന്ന് ഞാൻ മനുഷ്യൻ്റെ വാക്ക് കേട്ട് നടന്നിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കയ്യിൽ അകൃത്യമുണ്ട്, എങ്കിലും എൻ്റെ കർത്താവ് എന്നെ വ്യവഹാരം നടത്തി വീണ്ടെടുത്തു. ഞാൻ മനുഷ്യൻ്റെ വാക്ക് കേട്ട് നടന്നെങ്കിലോ, എഫ്രയീം മാനുഷകൽപ്പനകൾ അനുസരിച്ച് നടന്നതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനുമായിരിക്കും. ഇന്ന് ദൈവസഭ മുഴുവനും പീഡയും വ്യവഹാരത്തിൽ തോറ്റതുമായി ശത്രു ഓരോ ജീവിതങ്ങളെയും കീഴടക്കി വരുമ്പോൾ, ശത്രു നമ്മെ തൊടാതെ വണ്ണം, ദൃഷ്ടി വയ്ക്കാതെ വണ്ണം, നമ്മെ വ്യവഹാരത്തിൽ തോൽപ്പിക്കാതെ വണ്ണം, നമ്മോടുകൂടെ കർത്താവിരുന്ന് യഹോവ എന്നേക്കും എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു കർത്താവിൻ്റെ വചനത്തിലുള്ളതുപോലെ വിട്ടുമാറാത്ത കർത്താവിൻ്റെ സാന്നിധ്യത്താൽ നാം കർത്താവിനെ എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിലേക്ക് മുട്ടുകൾ മുടക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് തന്ന എല്ലാ ആലോചനക്കുമായി സ്തോത്രം ചെയ്യുന്നു. സഭയെ ഓർക്കണമേ, സഭയ്ക്ക് വേണ്ട വിടുതൽ എൻ്റെ കർത്താവ് കൽപ്പിച്ചു തരുമാറാകണം. കർത്താവെ, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് കർത്താവെ നിവർത്തിക്കുവാൻ, ഞങ്ങൾക്ക് വരുന്ന എല്ലാ വ്യവഹാരങ്ങളും ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.